ഹായ്. മരണമാസ് കണ്ടു. ബേസിൽ ജോസഫ് സിനിമ. ഡയറക്റ്റഡ് ബൈ ശിവപ്രസാദ്. സ്ക്രീൻ പ്ലേ ശിവപ്രസാദ്, സിജു സണ്ണ്. സ്റ്റോറി സിജു സണ്ണ്. ഈ സിനിമ എനിക്കൊരു 50-50 എക്സ്പീരിയൻസ് ആണ്. ഒരു 50% നന്നായിട്ട് ചിരിച്ച് എൻജോയ് ചെയ്തു. അതേപോലെ തന്നെ 50% നല്ലപോലെ മുഷിപ്പിച്ചു, ബോറടിപ്പിച്ചു. പക്ഷെ സിനിമ അവസാനിക്കുന്നത് നല്ലൊരു ഹൈ എൻഡ്, ഒരു പോസിറ്റീവ് ഫീലിംഗോട് കൂടിയാണ്. അതുകൊണ്ട് ഒരു ആവറേജ് എക്സ്പീരിയൻസ് എന്ന് പറയാം. ഇതൊരു വേറൊരു യൂണിവേഴ്സിൽ നടക്കുന്ന, റിയാലിറ്റി ആയിട്ട് ലോജിക്കൊന്നും നോക്കാത്ത ഒരു ബ്ലാക്ക് കോമഡി സ്പൂഫ് സിനിമയാണ്. പിന്നെ സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആയിട്ടാണ് കണ്ടന്റ് വരുന്നത്. അതുകൊണ്ട് സോഷ്യൽ മീഡിയ ആയിട്ട് ഫെമിലിയർ അല്ലാത്തവർക്ക് ഒരു പക്ഷേ ഇതിലെ കോമഡീസ് കണക്ട് ആവില്ല. കാരണം അതിലെ ട്രെൻഡി ഫ്രേസസ്, ഇപ്പോൾ പെണ്ണേ നീ തീയാവുക അല്ലെങ്കിൽ സിഗ്മ മെയിൽ, അങ്ങനത്തെ കാര്യങ്ങളാണ്. പിന്നെ വൈറലായിട്ടുള്ള ചില ഫണ്ണി ന്യൂസ് ആർട്ടിക്കിൾസ്, അതൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഇതിലെ കോമഡി. പക്ഷെ അത് അത്യാവശ്യം വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട്. കാരണം ഇങ്ങനത്തെ സബ്ജക്റ്റ് നമ്മൾ എഴുതി വായിക്കാൻ ഭയങ്കര കോമഡി ആയിരിക്കും. പക്ഷെ അത് ഇപ്പോൾ പോസ്റ്റായിട്ട്, FB പോസ്റ്റായിട്ടൊക്കെ വായിക്കാൻ അടിപൊളിയായിരിക്കും. അത് വിഷ്വലൈസ് ചെയ്യുമ്പോൾ ആ ഒരു ഇമ്പാക്റ്റ് കിട്ടില്ല. പക്ഷെ അത് വല്ലാതെ ക്രിഞ്ച് ഫെസ്റ്റ് ആവാതെ സിജു സണ്ണി വൃത്തിക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എങ്കിലും 2 മണിക്കൂർ 20 മിനിറ്റിലേക്ക് ഈ സിനിമ അത്രയും സ്റ്റഫ് ഇല്ല. ഒരു 2 മണിക്കൂറിനുള്ളിൽ എഡിറ്റ് ചെയ്ത് ക്രിസ്പ് ആക്കാമായിരുന്നു. കാരണം ചില സ്ഥലത്ത് ഭയങ്കര ബോറടിയും അതിന് റിപ്പീറ്റേഷനൊക്കെ ഫീൽ ചെയ്തു. അതാണ് ഈ സിനിമയുടെ മെയിൻ ഒരു നെഗറ്റീവ്. ഇതിൽ പെർഫോമൻസ് വൈസ് എല്ലാവരും കിടുവാണ്. ബേസിൽ ജോസഫിലേക്ക് വരുമ്പോൾ പുള്ളിക്ക് മാത്രം പറ്റുന്ന റോളാണ്. വേറെ ഏതെങ്കിലും ഒരു ആക്ടർ ആയിരുന്നെങ്കിൽ ഇത്തരം ഒരു എക്സെൻട്രിക് റോൾ ക്യാരി ചെയ്ത് നമുക്ക് കണ്ടിരിക്കാൻ തന്നെ പറ്റില്ല. അപ്പോൾ ഇത്തരം ഒരു സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുന്നതിന് എന്തായാലും ബേസിൽ ജോസഫിന് ഹാറ്റ്സ് ഓഫ്. പിന്നെ രാജേഷ് മാധവൻ കിടുവായിട്ടുണ്ട്. സിജു സണ്ണി, സുരേഷ് കൃഷ്ണ ഒരു രക്ഷയില്ല. പുള്ളിയുടെ കൺവിൻസിങ് ഡയലോഗ് കറക്റ്റ് സ്ഥലത്തിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒട്ടും ക്രിഞ്ചാവാതെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ടെക്നിക്കലി ഓൾസോ BGM പടത്തിന് ചേരുന്നതായിരുന്നു. ക്യാമറ വർക്ക് നന്നായിരുന്നു. എഡിറ്റിംഗ് നെഗറ്റീവാണ്. അതുപോലെ ബാബു രാമചന്ദ്രന്റെ വല്ലാത്തൊരു കഥ, ആ പ്രോഗ്രാം നല്ല കിഡുമായിട്ട് ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ സിനിമ അവസാനിക്കുന്നത് തന്നെ തുടങ്ങുന്ന അവസാനിക്കുന്ന അതിലാണ്. അതുകൊണ്ടാണ് ഈ സിനിമ നമുക്ക് ഇറങ്ങി വരുമ്പോൾ ഒരു ബോറിംഗ് ഫീൽ കിട്ടാത്തത്. അതുപോലെ ഒരു ഗസ്റ്റ് റോൾ ഉണ്ട്. അത് ജസ്റ്റ് ഒരു സെക്കൻഡ് ആണെങ്കിൽ തിയേറ്ററിൽ നിറഞ്ഞ ചിരിയായിരുന്നു. അത് കിടുവായിരുന്നു. അങ്ങനെ ഓവറോൾ നോക്കുമ്പോൾ 50% സാറ്റിസ്ഫൈഡ്, അതേപോലെ 50% ഡിസാറ്റിസ്ഫാക്ഷൻ നൽകുന്ന ഒരു 1 ടൈം വാച്ചബിൾ കോമഡി ഫിലിം. താങ്ക് യു.